നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ മാർക്ക് ദാന വിവാദം കേരളത്തിൽ കത്തിപ്പടർന്നു. വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഗവർണർ ഈ വിഷയത്തിൽ വിശദീകരണമൊക്കെ ചോദിച്ചു. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അടക്കം ഒരുപാട് പേർ ആശങ്കയിലാണെന്നുള്ള വാർത്തകളും വന്നു. ഏതായാലും വാരിക്കോരി മാർക്ക് കൊടുത്തവർ ജീവിത പരീക്ഷയിൽ തന്നെ ഒരു കൂട്ടം പേരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്, പ്രത്യേകിച്ചും പ്രവാസികളായവരെ. മാർക്ക് ദാന വിവാദത്തിൽപ്പെട്ട പ്രവാസികളായി ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ പ്രവാസി സമൂഹത്തിൽ ഒരു വിഭാഗം പേർ അവരുടെ കുടുംബാംഗങ്ങളടക്കം ആശങ്കയിൽ തന്നെയാണ്. കേരള MG സർവകലാശാലകളിലെ മാർക്ക് ദാനങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് നോർക്ക. അനധികൃതമായി ബിരുദം നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ഉടൻ തിരിച്ചു വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് സർവകലാശാലകൾക്ക് കത്ത് നൽകിയതോടെ നോർക്കയുടെ നിലപാട് വന്നതോടെ നെഞ്ചിൽ തീയോടെ ഇരിക്കുകയാണ് ചില പ്രവാസികളെങ്കിലും. സാധുവല്ലാത്ത ബിരുദ സർട്ടിഫിക്കറ്റുമായി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കെതിരെ നോർക്ക നടപടി തുടങ്ങി. സർട്ടിഫിക്കറ്റ് വാങ്ങി നടപടി നേരിടേണ്ടി വരുന്നവർ അവർ പ്രതിസന്ധിയിലാണ് സ്വാഭാവികമായി. പക്ഷേ വാരിക്കോരി മാർക്കും കൊടുത്ത് ഇങ്ങനെ ഒരു കൂട്ടം പേരെ നിലയില്ലാ കയത്തിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിന് ധാർമ്മികമായി ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? MG സർവകലാശാല മാർക്ക് ദാനത്തിലൂടെ BTech പരീക്ഷ പാസ്സായത് 123 പേർ. കേരള സർവകലാശാലയിൽ 30 കോഴ്സുകളിലായി 727 പേരുടെ മാർക്കിൽ തിരിമറി നടന്നതായാണ് കണ്ടെത്തിയത്. ഇതിൽ 390 പേർ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി. വിദേശത്ത് ജോലിക്ക് പോകേണ്ടവരുടെ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ആണ്. നിരവധി പേർ അനർഹമായി നേടിയ സർട്ടിഫിക്കറ്റുമായി വിദേശങ്ങളിൽ വിവിധ ജോലികളിലാണ്. ഇവർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ബന്ധപ്പെട്ട തൊഴിൽ സ്ഥാപനങ്ങളെ അറിയിക്കും. നിരവധി പേർ ദൈനംദിനം നോർക്കയുടെ ഓഫീസിലേക്ക് സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്താനായി എത്തുന്നു. ഇവരിൽ ആരൊക്കെയാണ് അനർഹമായി ബിരുദം നേടിയതെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് അനർഹ ബിരുദം നേടിയവരുടെ മുഴുവൻ വിശദാംശങ്ങളും നോർക്ക സർവകലാശാല രജിസ്ട്രാർമാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നല്ലത് തന്നെയാണ് നടപടികൾ. പക്ഷേ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ വരുത്തി വെച്ചത് ആര്, എന്തിന്? ബിരുദം റദ്ദാക്കാനുള്ള നടപടി ആരംഭിക്കാനും രജിസ്ട്രാർമാർക്ക് നൽകിയ കത്തിൽ നോർക്ക അഡീഷണൽ സെക്രട്ടറി പറയുന്നുമുണ്ട്. MGയിൽ മാർക്ക് ദാനം റദ്ദാക്കാനുള്ള നടപടി ആരംഭിച്ചെങ്കിലും അത് സർവകലാശാല ചട്ടങ്ങൾ വിരുദ്ധമായതുകൊണ്ട് വിദ്യാർത്ഥികളെ സഹായിക്കാനാണെന്ന ആക്ഷേപവുമുണ്ട്. കേരളയിൽ സോഫ്റ്റ്വെയർ തകരാർ എന്ന നിഗമനത്തിൽ എത്തിയതല്ലാതെ മാർക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താനുള്ള ഒരു നീക്കവും ആരംഭിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇഴയുകയാണ്. സർവകലാശാലകൾ വിശദാംശങ്ങൾ നൽകാൻ വൈകിയാൽ വിദേശത്ത് ജോലിക്ക് പോകുന്നവരുടെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തൽ തടസ്സപ്പെടുമെന്നും നോർക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാം കൊണ്ടും പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം പേർക്ക്. എന്തിന്റെ പേരിലായാലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിന് നിരവധി പേരാണ് ബലിയാടാകുന്നത്. പ്രവാസികളെ സംബന്ധിച്ച് ഇത്തരത്തിൽ മാർക്ക് ദാന വിവാദവുമായി ബന്ധപ്പെട്ട ആശങ്കയിലായവരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. നോർക്ക കടുപ്പിച്ച് മുന്നോട്ട് തന്നെ.